കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ട് കാണാതായ നമ്മുടെ അർജുനന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ഒരു സമൂഹം മുഴുവൻ, ഒരു കേരളക്കരയാകെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ജീവനോടെയോ അല്ലാതെയോ കണ്ടുകിട്ടുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടുകൂടെ കാത്തുനിന്നതാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അർജുൻ ഓടിച്ച വണ്ടിയുടെ മുതലാളിയായ മനാഫ് തന്നെയാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. അദ്ദേഹം കഠിനാധ്വാനം ഒരുപാട് ചെയ്തിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങളും മാക്സിമം ചെയ്തിട്ടുണ്ട്. അർജുന്റെ ബോഡി ക്യാബിനകത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചങ്ക് പിടയുന്നതും കണ്ടം ഇടറുന്നതും, സംസാരിക്കുമ്പോൾ കണ്ടം ഇടറുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെ തുടർന്ന് ഒരുപാട് പത്രമാധ്യമങ്ങളുടെ അഭിമുഖത്തിൽ അദ്ദേഹം ചങ്ക് ഇടറുന്നതും അതുപോലെ സങ്കടത്തോടെ ഇടറിക്കൊണ്ട് സംസാരിക്കുന്നതും അദ്ദേഹം അതിനുവേണ്ട കഷ്ടതകൾ, അദ്ദേഹത്തിന് വന്ന ചീത്തപ്പേരുകൾ ഇതെല്ലാം വിവരിക്കുന്നതും കണ്ടു. അദ്ദേഹം പറഞ്ഞ് ഒരു ലെവലില്ലാതെ പറഞ്ഞു പോകുമ്പോഴേ ഞാൻ കരുതിയതാണ് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. അദ്ദേഹം ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രയത്നത്തിന് ശേഷം അദ്ദേഹം ഓരോ പത്രത്തിനും ആവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്ക് ഇപ്പോൾ അതിന്റെ തിക്തഫലം എന്താണെന്ന് ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങി. അർജുന്റെ വീട്ടിൽ വെച്ച് ഒരു പത്രസമ്മേളനം ഇപ്പോൾ കണ്ടു. പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ അർജുന്റെ പെങ്ങളാണെന്ന് തോന്നുന്നു അവർക്ക് മുന്നിൽ സംസാരിക്കുന്നുണ്ട്. അർജുനെ കണ്ടെത്താൻ വേണ്ടി എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുന്ന ഓരോ ആളുകളുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ നിന്നും ഈശ്വർ മാൽപ്പയെ പറഞ്ഞ് അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. ഈശ്വർ മാൽപ്പേ സാറും അതേമാതിരി കുറെ പേര് ഇങ്ങനത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പകുതി വെച്ച് ആ പേര് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ മനാഫും ഉണ്ടായിരുന്നു, അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ജിതിൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിതേട്ടനാണ് മുന്നിൽ എല്ലാ കാര്യത്തിലും നിന്നത്. മനാഫ്ക വേറൊരു തരത്തിലേക്കാണ് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ, പക്ഷെ ഞങ്ങൾ കുടുംബത്തിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾക്കറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത്. അപ്പം ജിതിൻ വേറെ രീതിയിലും മനാഫ്ക വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ്, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല. പക്ഷേ മലയാളികൾ എല്ലാവരും അറിഞ്ഞിരുന്നത് മനാഫ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസിന്റെ അടി വാങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഈ കുടുംബങ്ങളെ മുന്നോട്ടുള്ള വാർത്തകൾ നമ്മൾ ആരും കണ്ടിട്ടില്ല. അവരുമുണ്ട്, അവരുടെ വാർത്തകൾ, അവരുടെ സംസാരങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാറ്റിലും മുന്നിലായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് മനാഫാണ്. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് ഇന്റർവ്യൂകളിൽ അതിവികാരഭരിതമായിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനാഫിന് ഒരുപാട് ആദരവും ആരാധനയോടുകൂടെ നോക്കുവാൻ തുടങ്ങി. ഒരുപക്ഷെ അർജുനേക്കാൾ കൂടുതൽ സഹതാപവും സ്നേഹവും ഇദ്ദേഹത്തിലേക്ക് മാറി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ന്യൂസ് ചാനലുകളിലും മനാഫിനെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായിക്കൊണ്ട് റിപ്പോർട്ടർമാർ അങ്ങനെ തുടർന്ന് സംസാരിക്കുമ്പോൾ ആർക്കായാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു കുശുമ്പ് വരും. അതാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. മനാഫ് ദയവായി ഇനിയെങ്കിലും കുറച്ച് സംസാരിക്കുമ്പോൾ കരുതി സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും നിങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തിയും കാണാം. വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് ആ കുടുംബത്തിനൊരു മനപ്രയാസം ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് കുറെ വിവരിക്കുന്നതിൽ നിന്നും കൂടുതൽ വികാരഭരിതനാകുന്നതിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ വീണ്ടും ഒരു മാനസിക പ്രശ്നത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും മനാഫിന്റെ റോൾ വളരെ ചുരുക്കി കണ്ടുകൊണ്ടാണ് ആ പത്രസമ്മേളനത്തിൽ ആ സഹോദരി സംസാരിക്കുന്നത്. മനാഫിന് വേണ്ട ഒരു പരിഗണനയോ മനാഫ് ഇല്ലെങ്കിലും ഈ കാര്യം നടക്കും എന്നുള്ള ഒരു രൂപത്തിലാണ് ആ സഹോദരിയുടെ സംസാരം വരുന്നത്. ആ തുടർന്നുള്ള കമന്റുകൾ വായിച്ചാൽ അറിയാം, 100 കണക്കിന് കമന്റുകൾ വരുന്നു. എല്ലാവരും പറയുന്നത് ആ സഹോദരി മനാഫിനെ പറ്റി സംസാരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ വാർത്തകൾ ഫുള്ള് കണ്ടത്. പക്ഷേ അവിടെ വേണ്ട പരിഗണന മനാഫിന് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിന്റെ പിറകിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അർജുനനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവിടെ മനാഫിന് വന്നുപെടുന്നു. അതുപോലെ തന്നെ 1-2 പ്രശ്നങ്ങളിൽ കുടുംബത്തിന്റെ ചില പ്രവർത്തനങ്ങൾ മനാഫ് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വാർത്ത കണ്ടു. ഈ ദേഷ്യമെല്ലാം ഇപ്പോൾ ഇദ്ദേഹത്തെ കിട്ടി, നമ്മുടെ അർജുനെ കിട്ടി. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ഇനി മറ്റു കാര്യങ്ങളും സാമ്പത്തിക സഹായം അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം വേണ്ടപ്പെട്ടവർ ചെയ്യുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇനി മനാഫിന്റെ ഒരു സഹായത്തിന് ആ കുടുംബത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും സഹായിക്കാനുണ്ട്, മറ്റു എല്ലാ കാര്യങ്ങളും നടക്കും. മനാഫിന്റെ പ്രവർത്തനം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നും പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് തിരിയുക. ആ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി വീണ്ടും ഈ പത്രത്തിൽ ഈ വാർത്താമാധ്യമങ്ങളിൽ കിടന്നുകൊണ്ട് ഒരുപാട് സ്നേഹം വിളമ്പാതെ നല്ല ഒരു മിതമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ചങ്കിടിച്ച് പറയാതിരിക്കുക, ഒരുപാട് വിതുമ്പിക്കൊണ്ട് സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഇതിനൊന്നും ഒരു സ്ഥാനം മലയാളികളുടെ മനസ്സിലില്ല. കാര്യങ്ങൾ മലയാളികൾക്ക് അറിയാം. നിങ്ങൾ എത്രത്തോളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഓരോ മലയാളിക്കും അറിയാം. വീട്ടുകാർ എന്തൊക്കെ ചെയ്തു, അവരെന്തൊക്കെ കഷ്ടപ്പെട്ടുന്നുണ്ട് അത് മലയാളിക്ക് അറിയാം. പക്ഷെ ആരും ആരെക്കാൾ കൂടുതലും ഒന്നും അല്ല എന്നുള്ള ഒരു വിചാരത്തോടു കൂടെ എല്ലാം നല്ല രൂപത്തിൽ മിതമായ രൂപത്തിൽ കൈകാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് പാവപ്പെട്ട നല്ല മനസ്സിനുടമയായ അർജുന്റെ പേരിൽ ഇനിയൊരു പ്രശ്നങ്ങൾ കുടുംബത്തിലോ സമൂഹത്തിലോ ഇല്ലാതാവാൻ വേണ്ടി മനാഫും ഈ കുടുംബക്കാരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.